എല്ലാവർക്കും ഈ വിനീതൻ്റെ നമസ്കാരം. ഞാൻ ബഷീറാണ്. നമ്മുടെ തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ആലത്തൂർ പഞ്ചായത്തിൽ ആലത്തൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ ദൂരവും, അതുപോലെ നമ്മുടെ ആലത്തൂർ സ്വാതി ജംഗ്ഷൻ ടു ഇരട്ടക്കുളം സിഗ്നലിൻ്റെ മെയിൻ ഹൈവേയിൽ നിന്ന്, നാഷണൽ ഹൈവേയിൽ നിന്നും 1 കിലോമീറ്റർ ദൂരമായിട്ടുള്ള ഒരു ഭാഗത്ത്, അതായത് ഹൈവേയിലേക്ക് ഇവിടെ നിന്ന്, ഈ വീടിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് 1 കിലോമീറ്ററാണ് ദൂരം. ഇതിൽ ഒരു 6 സെൻറ്റ് സ്ഥലത്ത് 1150 സ്ക്വയർ ഫീറ്റ്, 2 ബെഡ്റൂം, അതിലൊന്ന് അറ്റാച്ച്ഡ്, ഒന്ന് കോമൺ, സൗകര്യത്തോടു കൂടെ 4 വർഷത്തെ പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ. വെറും 4 വർഷത്തെ പഴക്കമുള്ളൂ. അതും ഇതിൻ്റെ ചുമര് ഭാഗങ്ങളൊക്കെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഇഷ്ടിക കൊണ്ടാണ്. ചൂളക്കട്ട കൊണ്ട്, ചുമട് കട്ട എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഇതിൻ്റെ ചുമരുകളുടെയൊക്കെ നിർമ്മാണം കേട്ടോ. അതിൻ്റെ ഒരു ഗുണം അത് വേറെ തന്നെയാണ്. സിമെൻറ്റ് കട്ടയേക്കാളും അത് നല്ലൊരു ഗുണം ഈ ചുമരുകൾക്ക് ഉണ്ടാവും, ബലം ഉണ്ടാവും എന്നും. ഈ ക്രാക്കോ പൊട്ടലോ ചിന്നലോ വിള്ളലോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. വീടിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ ഈ സിറ്റ് ഔട്ടിലൊക്കെ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഡൈനിങ് വിത്ത് ലിവിങ് റൂമായിട്ടാണ്, നല്ല സൗകര്യത്തോടു കൂടെ ഒരു ഹാള്, വലിയൊരു ഹാള്. അതിൻ്റെ 2 വശത്ത്, വലതുവശത്തായിട്ട് 2 ബെഡ്റൂമുകൾ സൗകര്യത്തോടു കൂടെയായിട്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെയർ വരുന്നത് വീടിൻ്റെ സൈഡിലൂടെയാണ്. അതായത് ടൗണിനോടൊക്കെ ചേർന്ന് നടക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇതാണ് കേട്ടോ, ഇതിൻ്റെ പ്ലാനൊക്കെ ഇതാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ 6 സെൻറ്റും 1150 സ്ക്വയർ ഫീറ്റും കൂടെ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില 37 ലക്ഷം രൂപയാണ്. വളരെ ചെറിയ രീതിക്ക് എന്തെങ്കിലും, വലിയ കാര്യമായിട്ടൊന്നും കുറയില്ല, വളരെ ചെറിയ രീതിക്ക് എന്തെങ്കിലും വില അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെയർ നമുക്ക് ഉള്ളിലൂടെ ആക്കാനുള്ളൊരു സൗകര്യത്തോടു കൂടെയാണ് ഇവർ പണിതിരിക്കുന്നത്. ആ ഭാഗം എത്തുമ്പോൾ ഞാൻ ആ വീഡിയോ ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ഇതിൻ്റെ വയറിങ്ങും പ്ലംബിങ്ങും അല്ലെങ്കിൽ ഈ ടൈലും അല്ലെങ്കിൽ ഈ വീട് ഈ കട്ടിളകളൊക്കെ അതൊക്കെ തേക്കിൻ്റെയാണ് കേട്ടോ. അതിലിങ്ങനെ ഒരു മൾട്ടിവുഡിൻ്റെ ഒരു ഡോറ് കൊടുത്തിരിക്കുന്നു. അത് തന്നെയാണ് നമുക്ക് ഈ 2 ബെഡ്റൂമിലും ഡോറ് വരുന്നത്. ഫ്രണ്ടിലുള്ള ഡോറ് തേക്കിൻ്റെയും, അതുപോലെ വീടിൻ്റെ പുറകിലുള്ള ഡോറും അതും തേക്കിൻ്റെ തന്നെയായിട്ടാണ്. വീട് അദ്ദേഹം വിൽക്കാൻ വേണ്ടി പണിത വീടല്ല കേട്ടോ. അതായത് അവർക്ക് ഇവിടുന്ന് ജോലി ബാംഗ്ലൂരിലേക്ക് മാറ്റം കിട്ടിയതുകൊണ്ട് അവിടെ ഫാമിലി ആയിട്ട് പോയിട്ട് സെറ്റിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വിൽക്കാനിട്ടിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലൊക്കെ നമുക്ക് കബോർഡിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. മുകളിലും, അതായത് ആ ബർത്തിലും, അതുപോലെ അവിടെ ഒരു അലമാരയുടെ വാൾഡോറൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി വാങ്ങുന്നവർക്ക് ഒരു തരത്തിലുള്ള പണികളും ബാക്കിയില്ല. ഈ 4 വർഷം പുള്ളി താമസിച്ചതുകൊണ്ട് എന്തായാലും കൊടുക്കുമ്പോൾ അത് വൃത്തിയായി പെയിൻറ്റ് ചെയ്തിട്ട് കൊടുക്കാമെന്നുള്ള രീതിക്ക് കംപ്ലീറ്റ് പെയിൻറ്റിങ് അടക്കം കഴിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഒരു കോമൺ ബാത്റൂമിൻ്റെ മുകൾ വശത്ത് അതുപോലെ ഒരു ബർത്ത് സൗകര്യം ചെയ്തിരിക്കുന്നു കേട്ടോ. ഒരു സ്റ്റോറേജ് സ്പേസൊക്കെ കബോർഡ് കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും കട്ടില അതുപോലെ തേക്കിൻ്റെ തന്നെയാണ്. അതേ സെയിം ഡോറ് തന്നെയാണ്. ആ ബെഡ്റൂമിന് അതേ സെയിം ഡോറ് തന്നെയാണ് വരുന്നത്. 2 ബെഡ്റൂമിനും ഒരേ സ്പേസാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ പ്ലാനിൽ നോക്കി അറിയാൻ പറ്റും. അതുകൊണ്ട് ഇതിലും വാൾ ഡോറും അതുപോലെ ബർത്തിൻ്റെ മുകളിൽ എന്താ പറയുക, കബോർഡിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞു, 1150 സ്ക്വയർ ഫീറ്റും 6 സെൻറ്റ് സ്ഥലവും. പറഞ്ഞിരിക്കുന്നത് 37 ലക്ഷം രൂപയാണ്. നമ്മുടെ അസീസിയ ഹോസ്പിറ്റലിൽ, പുതിയ ഹോസ്പിറ്റലിലേക്കൊക്കെ ഈ വീടിൻ്റെ അവിടെ നിന്നും, പാലക്കാട് ജില്ലയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും നല്ല വലിയൊരു ഹോസ്പിറ്റലിൽ നിന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 2-2.5 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ മെയിൻ ഹൈവേയിലേക്ക് ഞാൻ പറഞ്ഞു 1 കിലോമീറ്റർ, ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് 1 കിലോമീറ്റർ. ഏത് പാതിരാത്രിയും സൂപ്പർ ഫാസ്റ്റും അതുപോലെ മറ്റ് ട്രാവൽസ് ബസ്സുകളൊക്കെ വന്ന് നിർത്തുന്ന ഒരു സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് 1 കിലോമീറ്റർ ദൂരം. അതുകൊണ്ട് ജോൺസണിൻ്റെ ക്ലോസറ്റ് ഐറ്റംസുകളൊക്കെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വീട് പണിത് കൊടുക്കുന്നവർ ചെയ്യുന്ന മാതിരിക്കല്ല. അദ്ദേഹം മുഴുവൻ ഇഷ്ടിക കൊണ്ട് പണിതിട്ടുള്ള നല്ല കമ്പനി ഐറ്റംസ് ആയിട്ടുള്ള ടൈൽസൊക്കെ ഇട്ടിട്ടൊക്കെയാണ് വീട് പണിതിരിക്കുന്നത് കേട്ടോ. ഒരു കുഞ്ഞിനെ കെട്ടാൻ വേണ്ടിയിട്ടൊരു തൊട്ടിക്കയറിട്ടതാണ്. ഇതിൽ നമുക്കൊരു പ്രത്യേക മോഡലുള്ളൊരു അടുക്കളയാണ്. അതായത് വർക്ക് ഏരിയയും പ്ലസ് അടുക്കളയും കൂടെ ഒരുമിച്ചായിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അടുക്കളയും നല്ല, അതുപോലെ കബോർഡ് വർക്കുകൾ കംപ്ലീറ്റും വർക്കുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റെയർ അങ്ങനെ കൊടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 ബെഡ്റൂമിലുള്ള രീതിക്ക് ഒരു ചെറിയൊരു മോളിൽ ഇതുപോലൊരു വീട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാവുന്ന ഒരു രീതിക്കായിട്ട് കൊണ്ടാണ് സ്റ്റെയർ പുറത്തുകൂടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയുടെ അടുത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് വീട് പണിതപ്പോൾ തന്നെ ആ ഷീറ്റ് കൂടെ, അതിൻ്റെ വർക്കും കൂടെ ആൾ
കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഒരു വീട് മുകളിലേക്ക് എടുക്കാം എന്നുള്ള രീതിക്കായിട്ടാണ് സ്റ്റെയർ അങ്ങനെ പുറത്തൂടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇവിടെ അങ്ങനെ ഒരു മരത്തിൻ്റെ ഡോറും പിന്നെ ഒന്നുകൂടെ ഒരു ഉറപ്പിനായിട്ട് വീടിൻ്റെ ആ ഡോറിനോട് ചേർന്ന് തന്നെ ഒരു ഗ്രില്ല് വെച്ചിട്ട് ഇരുമ്പിൻ്റെ ഒരു ഡോറും അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഇത്തിരി നല്ലൊരു സെക്യൂരിറ്റി ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക്. അപ്പം ചുറ്റുഭാഗവും നിറയെ നല്ല നല്ല വീടുകളൊക്കെ ഉള്ള ഒരു ഭാഗത്തായിട്ടാണ് ഈ വീട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. 6 സെൻറ്റ് സ്ഥലവും 1150 സ്ക്വയർ ഫീറ്റ് വീടും കൂടെ ചോദിച്ചിരിക്കുന്നത് 37 ലക്ഷം രൂപയാണ്. ഇതിൻ്റെ ഈ ഗേറ്റുകളൊക്കെ കണ്ടോ, വീട് പണിത് കൊടുക്കുന്നവരൊന്നും ഒരിക്കലും ഇങ്ങനെയുള്ളൊരു രീതിക്കുള്ള ഗേറ്റുകളൊന്നും പണിയില്ല. അവർ ജസ്റ്റ് ഷീറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പൈപ്പ് വയ്ക്കുകയാണെങ്കിൽ തന്നെ അകലത്തിലൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുക. അതൊക്കെ നല്ല വെയിറ്റുള്ള ഒരു ഗേറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗം സിമെൻറ്റ് കട്ട കൊണ്ട് മതിൽ കെട്ടിയിരിക്കുന്നു. ബാക്കി 3 വശവും സ്ലാബ് മതിലാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു മഴക്കുഴിയാണ് കേട്ടോ. ഈ മഴവെള്ളമൊക്കെ മുകളിൽ ഷീറ്റ് ഇട്ടതുകൊണ്ട് ഈ 6 സെൻറ്റ് സ്ഥലമല്ലേ, അപ്പോൾ താഴത്ത് വീണ് ഇവിടെയൊക്കെ അങ്ങനെ ഒരു വെള്ളം ഒഴുകി പോകുന്നൊരു ബുദ്ധിമുട്ട് വരണ്ട എന്നുള്ള രീതിക്ക് അദ്ദേഹം ഒരു മഴക്കുഴി എടുത്തിട്ട് ആ കുഴിയിലേക്കാണ് ഈ വെള്ളം മഴ പെയ്യുമ്പോഴൊക്കെ കണ്ടോ അതിലേക്ക് പോയി ചേരുന്നത്. അതായത് ഭൂമിയിലേക്ക് വെള്ളം താഴുകയും ചെയ്യും, നമുക്ക് വേറെ പ്രശ്നങ്ങളുമില്ല. ഇപ്പോൾ ഇവിടെ ഒരു അലക്കുകല്ല് കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് വശത്തോട്ടാണ് വീടിന് ദർശനം വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലായതിന് ശേഷം ഞങ്ങളുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 90 748 749 66. ബഷീർ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഈ വീട് വാങ്ങുന്നവർ 1% കമ്മീഷനും അതുപോലെ വിൽക്കുന്നവർ സാധാരണ രീതിക്കുള്ളൊരു കമ്മീഷനുമാണ് തരാറ്. ചുറ്റുഭാഗവും സ്ലാബ് മതിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടച്ചുറപ്പുള്ളൊരു അധികം പഴക്കമില്ലാത്ത വീടാണ്. ഈ ഭാഗത്തൊക്കെ 1 സെൻറ്റ് സ്ഥലത്തിന് 2.25 ലക്ഷം രൂപയാണ് വില വരുന്നത്. അപ്പോൾ അതൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. വീടിൻ്റെ ചുമരിൻ്റെ ഒരു വശത്ത് പോലും ഒരു ഭാഗത്ത് പോലും പൊട്ടലോ ക്രാക്കോ വിള്ളലോ അങ്ങനെയുള്ളതൊന്നുമില്ല. നല്ല രീതിക്ക് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഇവർ ഇവിടെ നിന്ന് മാറി ബാംഗ്ലൂർ ആയതുകൊണ്ട് മാത്രമാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയാണ് വേസ്റ്റ് കുഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് 100% വാസ്തു പ്രകാരം നോക്കിയിട്ട് പണിതിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പാലക്കാട് ടൗണിലേക്ക് മാക്സിമം ഒരു 10-25 കിലോമീറ്റർ ദൂരം, അതുപോലെ തൃശ്ശൂർക്കാണെങ്കിൽ ഒരു 10-35 കിലോമീറ്ററൊക്കെയാണ് ദൂരപരിധികൾ വരിക. അപ്പോൾ അവിടെയൊക്കെ തന്നെയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ സൗകര്യങ്ങളും വരുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം വിളിക്കുക. നമ്മുടെ ചാനൽ ഇതുണ്ട്, ഇവിടെയാണ് ബോർവെല്ല് കൊടുത്തിരിക്കുന്നത്. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചെറിയ ഗേറ്റും അതുപോലെ തന്നെ ആ വലിയ ഗേറ്റിൻ്റെ അതേ മോഡലിലായിട്ട് പണിതിരിക്കുന്നു. നല്ല എന്താ പറയുക, നല്ല വെയിറ്റുള്ള രീതിക്ക് തന്നെയാണ് ആ ഗേറ്റിൻ്റെ പണിയൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് അത്രയും ബലമാണ്. അതുപോലെ ഇതിൻ്റെ സിറ്റ് ഔട്ടിലൊക്കെ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സ്ലാബിലാണെങ്കിലും ടൈലിന് പകരം ഗ്രാനൈറ്റ് തന്നെയാണ് ഇട്ടിട്ട് അധികം പണി കഴിപ്പിച്ചിട്ടുള്ളത്. സുഖമായിട്ടൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിനിപ്പോൾ 2 വണ്ടിയൊക്കെ ഉണ്ടെങ്കിലും അവിടെ ആ മതിലിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മഴക്കുഴയുടെ ആ സൈഡിലൂടെ നമുക്കൊരു വണ്ടി കൂടെ അവിടെ നിർത്താനുള്ള സൗകര്യമുണ്ട്. ഇവിടെയും നമുക്ക് ഒരു കാറ് സുഖമായിട്ട് കൊണ്ടുവന്ന് നിർത്താം. ഇതിൻ്റെ സ്റ്റെയറിലേക്ക് കയറി പോകുന്ന ഭാഗത്തൊക്കെ കണ്ടോ, നല്ല ടൈല് തന്നെയാണ് ആ സ്റ്റെപ്പിലൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് നിന്നും അവിടെ ഈ ഭാഗത്ത് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇതാണ്ടോ, ഇവിടെ അതിലേക്ക് ഒരു സ്റ്റെയർ കൊടുക്കാം. ഈ സ്റ്റെയർ എടുത്ത് മാറ്റിയിട്ട് ഉള്ളിലൂടെ സ്റ്റെയർ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് നമുക്കിതിലെ അവിടെ നിന്ന് അങ്ങനെ മുകളിലേക്ക് കയറാൻ പറ്റുന്നതാണ്. അത് വന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ ബോധ്യമാവും. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും നല്ല കമ്പനി മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള ഷീറ്റ് വർക്കുകളൊക്കെ റൂഫ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വിളിക്കാതെ മുഴുവൻ ഭാഗങ്ങളും വീഡിയോയിൽ കണ്ടതിന് ശേഷം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല രീതിക്ക് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളൊരു വീടാണ്. അത് നിങ്ങൾക്ക് വീട് വന്ന് നേരിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. വീടിന് യാതൊരു തരത്തിലുള്ള പൊട്ടലോ വിള്ളലോ ചിന്നലോ അങ്ങനെയുള്ള കംപ്ലയിൻസുകളൊന്നുമില്ല. നല്ല രീതിക്ക് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് ഉള്ളൊരു വീടാണ്. ഇതിൽ നിലവിൽ SBI ബാങ്കിൽ ഒരു 7 ലക്ഷം രൂപയുടെ അടുത്ത് ലോണ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേപ്പർ ഭാഗങ്ങളെല്ലാം പക്കാ ക്ലിയറാണ്. കാരണം ലോൺ കിട്ടണമെങ്കിൽ എല്ലാ പേപ്പേഴ്സുകളും ബാങ്കിൻ്റെ വക്കീൽ പ്രൂഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവരൊരു 15-16 ലക്ഷം രൂപ എന്തോ ലോൺ എടുത്താണ്. അപ്പോൾ ഇതിനൊരു 6-7 ലക്ഷം രൂപയുടെ അടുത്ത് ലോണ് അടച്ചു തീർക്കാനുമുണ്ട്. അപ്പോൾ പേപ്പർ ഭാഗങ്ങളെല്ലാം പക്കാ ക്ലിയറാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി കാണുന്നവരൊക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ആരാധനാലയങ്ങളൊക്കെ നമുക്ക് ഈ വീടിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് നടന്നു പോകേണ്ട ദൂരത്തിലാണ് ഉള്ളത്. മുസ്ലിം പള്ളിയും അമ്പലവും അതുപോലെ ക്രിസ്ത്യൻ പള്ളിക്കൊന്നും അധികം ദൂരമില്ല എന്നാണ് ഇവരുടെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടോ, നോക്കൂ, ചുറ്റുഭാഗത്തൊക്കെ നല്ല നല്ല വീടുകളുള്ള ടാറിംഗ് റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു 10-15 മീറ്റർ മാത്രമാണ് ഉള്ളിലേക്കുള്ള ദൂരം. എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം.